ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ശനീശ്വര സ്വാമിനേ നമ. പ്രിയമുള്ളവരെ, 2026 ജൂൺ മാസം 20-ാം തീയതിക്ക് ശേഷം ഭൂലോകത്തുണ്ടാകാൻ പോകുന്ന വൻ വിപത്തുകളെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കുറച്ചുപേരൊക്കെ അത് കാണുകയും കേൾക്കുകയും ചെയ്തു. കേട്ടവരൊക്കെ അതൊന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ കേൾക്കാത്തവർ ഇനിയെങ്കിലും അതൊന്ന് കേൾക്കണം. ലോകത്താകമാനം വിനാശകരമായ കഷ്ടനഷ്ടങ്ങളും അപകടങ്ങളും വിപത്തുകളും ഉണ്ടാകുമെന്ന് പറഞ്ഞുള്ളൂ. വിശേഷിച്ച് ഏഷ്യയിൽ ഭീകരതാണ്ഡവം തന്നെയായിരിക്കും. പശ്ചിമേഷ്യയിൽ ജനകോടികൾക്ക് ജീവനാശം ഉണ്ടാകും. നമ്മുടെ ഭാരതവും അയൽരാജ്യവുമായി ജൂൺ 20-ന് ശേഷം ഒട്ടും സുഖകരമല്ലാത്ത അവസ്ഥ സംജാതമാണ്. യുദ്ധം തന്നെ ഉണ്ടാവാം. ഭൂമിയിലാകമാനം ഭൂകമ്പം, പ്രളയം, അഗ്നിബാധ, കൊടുങ്കാറ്റുകൾ, സ്ഫോടനങ്ങൾ, ആകാശത്തും സമുദ്രത്തിലും കരയിലും ഒരേപോലെ വൻ വിപത്തുകൾ പ്രവചനാതീതമായ തരത്തിൽ ആയിരിക്കും. ഭൂമിക്കുമേൽ പതിക്കുന്ന ഗ്രഹകാലദോഷങ്ങളുടെ വ്യാപ്തിയുടെ കാഠിന്യം അത്രമാത്രമാണ്. കാലസർപ്പദോഷം ഭൂമിയെ ബാധിച്ചു അതിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് ചൊവ്വാഗ്രഹം മെയ് മാസം 20-ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയം ചൊവ്വായ്ക്ക് രാഹുകേതുക്കളുടെ പൂർണ്ണ ദൃഷ്ടിയുണ്ടാകും. ഭൂമിയുടെ കാരകത്വം ചൊവ്വായ്ക്കാകയാൽ ഭൂമിക്കും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഇതേ സമയം തന്നെ ശനിയുടെ പൂർണ്ണ ദൃഷ്ടി കൂടി ചൊവ്വയെ ബാധിക്കുമ്പോൾ കാര്യങ്ങൾ കഠിനവും ഭീകരവും ആവും. മറ്റൊരു കാര്യം, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചൊവ്വയ്ക്കോ രാഹുകേതുക്കൾക്കോ ഇല്ലാതെ വരുമ്പോൾ ശനിയും രാഹുകേതുക്കളും മൂലം ചൊവ്വയ്ക്കുണ്ടാകാൻ പോകുന്ന കഠിനമായ പ്രഹരം നിമിത്തം ലോകത്താകമാനം വൻ വിപത്തുകൾ ഉണ്ടാകും. ഏറ്റവും വലിയ ഭൂഖണ്ഡം മുതൽ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം വരെ ഇതിൻ്റെ പ്രഹരം ഏൽക്കേണ്ടി വരും. ചൊവ്വ ദശാനാഥന്മാരായി ജനിച്ച മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രജാതർ വളരെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ ഭരണാധികാരികളാണെങ്കിൽ അവരെ കൊണ്ട് രാജ്യത്തിനും ജനങ്ങൾക്കുമെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാധാരണക്കാർ മുതൽ ഭരണാധികാരികൾ വരെ എല്ലാവർക്കും ഈ ദോഷങ്ങൾ ബാധകമാണ്. കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം രാശിക്കാർക്ക് മെയ് മാസം 1 മുതൽ സെപ്റ്റംബർ വരെ പലവിധ ആപത്തുകൾ വന്നു ഭവിക്കും. ഇതിൽ തന്നെ ഇടക്കൂറുകാരായ കാർത്തിക, മുക്കാൽ, രോഹിണി, മകരത്തിൽ ആദ്യ പകുതിക്കാർക്കും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എന്നാൽ ശനി ദശാനാഥന്മാരായിട്ടുള്ള നക്ഷത്രജാതർ നായക സ്ഥാനത്തുണ്ടായാൽ എല്ലാ രംഗത്തും വലിയ വിജയം അവർ കൈവരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം ശനി നക്ഷത്രാധിപനായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും അതുമൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഈ ഗ്രഹമാറ്റങ്ങൾ മൂലം ഭൂമിക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ എല്ലാവരും നവഗ്രഹങ്ങളെയും പ്രത്യേകിച്ച് ശനിയെയും പൂജിച്ച് പ്രാർത്ഥിച്ച് ശനിപ്രീതി വരുത്തി ദോഷനിവൃത്തിക്കായി പ്രാർത്ഥിക്കണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു.